ഹായ്, വെൽക്കം ബാക്ക് ടു ഷൈദിയാസ് കിനബിൾ. ഇന്നും ബസ്സിലും ഓട്ടോയിലും സ്കൂട്ടറിലും ഒക്കെ ഉള്ള യാത്രയാട്ടോ. സേറക്കുട്ടി നല്ല കലിപ്പിലാട്ടോ. എന്താ കാരണം വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഹൗസ് വാമിങ്ങിനാണ് ശരിക്കും ഇറങ്ങിയത്. ഇപ്പോഴാണിന്ന് 1 മന്ത് മുന്നേ ഞങ്ങൾ ഓർഡർ ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഇനാനിൻ്റെ വീടെത്തിയാലേ ഇറങ്ങുമെന്നുള്ള വാശിയിലായിരുന്നു കേട്ടോ സേറക്കുട്ടി. അതുകൊണ്ടാണ് ഓട്ടോ നിന്ന് ഇറങ്ങാനൊക്കെ ഒരു മടി കാണിച്ചത്. ഞങ്ങളങ്ങനെ വിസിറ്റേഴ്സ് ലോഞ്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ വണ്ടിയുടെ ഡെലിവറിക്ക് ടൈം ആകുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കൊന്ന് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. എവിടെ? ഹൗസ് വാമിങ്ങിന്. അപ്പം അതിൻ്റെ ദേഷ്യത്തിലാണ് സേറക്കുട്ടി. അവളെ സോപ്പിടാൻ വേണ്ടിയിട്ടൊന്ന് ലുലു മാളിലൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ലുലു മാളിലും പിന്നെ വേറൊരു ചെറിയൊരു മലൻ്റെ മുകളിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആശിക്ക അതിൽ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട്. സേറയും ഫിൽസിയും ബാക്കിൽ എന്തൊക്കെയോ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ വണ്ടി ഇറങ്ങി. വണ്ടി എടുത്ത സമയത്താണ് നമുക്ക് മനസ്സിലായത് നമുക്ക് എല്ലാവർക്കും കൂടി ഇതിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല. എല്ലാവരും മെലിഞ്ഞ ആൾക്കാരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, സേറക്കുട്ടി ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റും. ഇൻഷാ അല്ലാഹ് പിന്നീട് ദിവസം മോളെ കൊണ്ട് പോകണം. അപ്പോൾ ഞങ്ങൾ അവളെ സോപ്പിടാൻ വേണ്ടി മെല്ലെ ലുലു മാളിലേക്ക് വന്നു. ലുലു മാളിൽ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. കോഴിക്കോട് ലുലു മാൾ വന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഇന്നത്തെ ഫുൾ സോപ്പിടൽ സേറിൻ്റെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ടൊന്നും കയറിയില്ല. കുറച്ച് സാധനം വാങ്ങി വേഗം റിട്ടേൺ പോന്നു. കാര്യമായിട്ട് ട്രോൾ എടുത്തത് തന്നെ ഫിൽസിനെയും സേറിനെയും കാര്യം എടുത്താൻ വേണ്ടിയിട്ടാട്ടോ. കുറഞ്ഞ സാധനം വാങ്ങിയിട്ടുള്ളൂ. കാര്യമായിട്ടുള്ളതൊന്നും വാങ്ങിയില്ല. അത്ര വലിയ ഓഫേഴ്സൊന്നും ഇല്ലായിരുന്നു. ഓഫർ ഉണ്ടെങ്കിലല്ലേ നമ്മളവിടെയൊക്കെ പോവും, അല്ലേ നമ്മളടുത്തു നിന്നൊക്കെ വാങ്ങൂലേ. എന്താ ചേട്ടാ ഇങ്ങനെ. അങ്ങനെ ഇവിടെ കുറേ പാർക്കിംഗ് ഏരിയ ആട്ടോ കൂടുതലുള്ളത്. ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് കൂടുതൽ കുറഞ്ഞ സ്പേസ് കൂടി ഉള്ളിൽ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചിന്ന അഭിപ്രായം. അങ്ങനെ നമ്മൾ ചെറുവറ്റ കൊല്ലൂർ റോഡിനുള്ള ഒരു മലയുടെ മുകളിലേക്ക് പോവാം കേട്ടോ. പക്ഷെ വഴി അറിയില്ല. ഞങ്ങൾ ചോദിച്ച് പോയി. നല്ല പറയുന്നത് ചോദിച്ച് പോകണമല്ലോ. അറിയാത്ത സ്ഥലത്തേക്ക് ചോദിച്ച് പോകണം. അങ്ങനെ ചോദിച്ച് പോലെ. പക്ഷേ കുറേ ചോദിച്ച് പോലായി. എല്ലാവരോടും ചോദിക്കലെന്നെ ഇഷ്ടമാണ്. 10 ദിവസത്തെ സ്കൂൾ വെക്കേഷൻ കണ്ണും പൊടി തുറക്കും പോലെ പോയിട്ടുണ്ട്. ഇന്നിതാ 10ാമത്തെ ദിവസമാണ്. അപ്പം കുട്ടികളെങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയില്ലേ മോശമല്ലേ. അപ്പം അവരെ സോപ്പിടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ യാത്ര എന്നൊന്നും പറഞ്ഞൂടാ. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വഴി അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവിടുത്തെ സ്ഥലം എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ കൂടി അറിയില്ലായിരുന്നു. ഒരു ഫോട്ടോസോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് താഴേന്ന് ഇങ്ങനെ കൊല്ലൂർ ആ റോഡിൽ നിന്ന് വരുന്ന സമയത്ത് മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വഴിയാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അവിടെ ഇങ്ങനെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട് ഓക്കെ. അപ്പം അന്നേ മനസ്സിലുള്ളതാണ് ഇങ്ങനെ ടൈം കിട്ടണം അന്ന് അവിടെ പോകണം വെക്കേഷനിൽ. ഇതുവരെ നമുക്ക് അലോടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ ഒരു ബ്ലൂ ടൈഗറിനെ വീഡിയോ എടുത്താട്ടോ. അങ്ങനെ അശക്കാക്കയും മക്കളും ഞാനും കൂടി ഇങ്ങനെ നടന്ന് വേറെ മക്കളെ കുറേ നടക്കാനൊന്നുമില്ല കേട്ടോ, കുറച്ച് നടക്കാനുള്ളൂ. പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാനൊക്കെ ഒരു നല്ല അടിപൊളി പ്ലേസാണ്, നല്ല സ്പോട്ടാണ് കേട്ടോ.
കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രകൃതിയും ഒരു ശാന്തതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയതാണ്. അത്യാവശ്യം നല്ലൊരു കൺകുളിർന്ന് കേൾക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് ഇങ്ങോട്ടൊക്കെ ഒരു പ്ലേസായിട്ട് കൂടുതൽ ഇഷ്ടം. കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വേണമെങ്കിലും ഇപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ ഓടി കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ കുന്ന് പോലൊക്കെയുള്ള സ്ഥലമല്ലേ, പാറക്കെട്ടുകൾ പോലൊക്കെയുള്ള ചെറിയ ചെറിയ പാറക്കെട്ടുകളെന്ന് പറഞ്ഞാൽ ചെറിയ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന പാറകളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു പരന്ന പാറകളൊക്കെയാണ്. അപ്പോൾ അവിടെ താഴോട്ട് ഇങ്ങനെ ഹില്ല് പോലെയാണ്, ഇങ്ങനെ എന്താ പറയുക, ഉരുണ്ട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടീനെ കുറേ ഇപ്പോൾ കുറേയൊക്കെ സെറോസ് ഓക്കെ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ പറയും മഞ്ഞളൊക്കെ കഴിഞ്ഞില്ല കേട്ടോ, മഞ്ഞൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് അവിടെ കാണിക്കലാണ് മെയിൻ. എന്താല്ലേ ഒരു ഹൗസ് വാമിങ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് ആഞ്ഞിലോറ മലയിലും. സ്കൂട്ടറിലും ബസ്സിലും അത്രയും ലോങ് ടൈം ഇരുന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാട്ടോ ഹൗസ് വാമിങ്ങിന് പോകാൻ. ഹെൽത്ത് കണ്ടീഷൻസ് കുറേയൊക്കെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. കടലുണ്ടിയാണ് ഹൗസ് വാമിങ് ഉണ്ടായത്. അപ്പോൾ അത്രയും ദൂരമൊക്കെ മക്കളെയും കൊണ്ട് ഒക്കെ പോകാമെന്ന് വെച്ചാൽ റിസ്ക്കുമാണ്. ഫിൽസമോളെ ഞങ്ങൾ അങ്ങനെ അധികം സ്ഥലത്ത് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല. മുന്നേ കൊണ്ടുപോകാത്ത പ്രതിഷേധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെയൊക്കെയാണ് കേട്ടോ ഫിൽസമോളെ കളി. നല്ല തമാശയാണ്. ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ, മാഷാള്ള. സ്ട്രെയിന് വെറുതെ കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ സ്കൂട്ടറും കാറും ഒക്കെ പണി മുടക്കിയ വർക്ക്ഷോപ്പിലാണ്. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളിലാണ്. ഇൻഷാള്ള കാറും സ്കൂട്ടറൊക്കെ കിട്ടിയിട്ട് ഹെൽത്തൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് പോകണം. എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ ഒലയിൽ പോലെ നടക്കില്ല എന്ന് മനസ്സിലായി. ഭയങ്കര ടൈറ്റായിട്ടാണുള്ളത്. പിന്നെ അതുമല്ല അങ്ങനെ മൂന്നാളെയും കൂടെ അങ്ങനെ ബൈക്കിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഞങ്ങൾക്കില്ല. അടുത്ത എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നല്ലാണ്ട് ദൂരോട്ടൊക്കെ പോകുമ്പോൾ എത്രത്തോളം റിസ്ക്കിയാണെന്ന് അറിയാലോ. ക്യാമറാമാനും എൻ്റെ കെട്ടിയവനാണ് കേട്ടോ. ഇപ്പോൾ ഫുൾ പല ആംഗിളിൽ എങ്ങനെയൊക്കെയോ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ അധികം നിൽക്കാറില്ല. എന്താ ചെയ്യാം. എന്തായാലും ഇത്തവണ ഞാനങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. ഇടുക്കി ഫോട്ടോ എന്നും പറഞ്ഞിട്ട് കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഏത് ആംഗിളിൽ നോക്കിയാലും ആഞ്ഞിലോറ മല കാണാൻ എന്ത് രസമാണ്. പഠിച്ചവൻ ഇതൊക്കെ പഠിച്ചു വെച്ചത് എന്ത് ഭംഗിയായിട്ടല്ലേ. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കുറച്ച് നല്ല മൊമെൻറ്റ്സും ഒക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോക്കരുത്. നമ്മൾ യൂട്യൂബിലേക്ക് പുതിയൊരു തുടക്കമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് തെറ്റുകളുണ്ടെന്ന് അറിയാം. വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അധികം റോ ആയിട്ടാണ് ഇടാറ്. വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന് അറിയില്ല. പഠിച്ച് വരുന്നേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ചേട്ടാ അങ്ങനെ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്ത് പോവുകയാണ്. മലയിൽ തിരിച്ചു പോവാണ്. നിങ്ങൾ പോവാണ് ഒലമൽ തോന്നി പോവാണ്. ഞങ്ങൾ പോവാണ്. ഇയാന്റെ കൂടെ പോവാണ്. ജെറിന്റെ കൂടെ പോവാണ്. ഞങ്ങൾ പോവാണ്. ഫിൽസിന്റെ കൂടെ പോവാണ്. എന്റെ മാപ്പന്റെ കൂടെ പോവാണ്. പോലന്റെ മുകളിൽ പോവാണ്. ഹലോ ഗായ്സ്, മൂന്നായി. അപ്പോൾ ഞങ്ങള് തിരിച്ചു പോവാണ്. രാത്രിയാവാനായി ഗായ്സ്. അപ്പോൾ ഇവരൊന്നും കൂടെ പോരരുത് ഗൈസ്. കണ്ടോ, ഇവർക്കൊക്കെ ഭയങ്കര തിടുക്കാണ്. What?